ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ് നിങ്ങൾക്കൊരു കൺഫർമേഷനാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു തീരുമാനം, നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ബിഫോർ, ഈ റീഡിങ്ങിന് തൊട്ട് മുമ്പ് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം ശരിയാണ്, അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആരോട് ചോദിച്ചു നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലെ തീരുമാനം ശരിയാണോ? ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഈ റീഡിംഗ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആരോട് ചോദിച്ചു നോക്കാം നിങ്ങളുടെ തീരുമാനം ശരിയാണോ എന്നുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ റീഡിംഗ് കാണുന്നെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒക്കെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു റീഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുമ്പോൾ എനിക്ക് കൂടുതൽ അക്യുറേറ്റ് റീഡിങ്സ് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ടാരോട് ചോദിച്ചു നോക്കാം, നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു തീരുമാനം ശരിയാണോ? നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം ശരിയാണോ? ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. അവരുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു തീരുമാനം എത്രത്തോളം ശരിയാണെന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിലെ തീരുമാനം എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ടാരോട് ചോദിക്കാം. നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്ത് തീരുമാനമാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് നോക്കാം. എന്ത് തീരുമാനമാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്ത് തീരുമാനമാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത്? കാർഡ് നമ്പർ 1. നിങ്ങളുടെ മനസ്സ് ശരിക്കും ഈ ഒരു തീരുമാനവുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഈ ഒരു തീരുമാനത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് താല്പര്യമുണ്ടോ? കാർഡ് നമ്പർ 2. നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ഒരു തീരുമാനമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഓൾറൈറ്റ്, നിങ്ങൾ ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ജംപ്ഡ് ഔട്ട് കാർഡ് ഉണ്ട്. നമുക്കൊരു കാർഡ് കൂടി എടുത്ത് നോക്കാം. ഈ ഒരു തീരുമാനമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു തീരുമാനവുമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു തീരുമാനം നിങ്ങൾ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? നിങ്ങൾക്കൊരു സക്സസ് ആണോ, ഗ്രോത്ത് ആണോ, അതിലേക്ക് നിങ്ങളെ നയിക്കുമോ? ഈ ഒരു തീരുമാനം നിങ്ങളുടെ സക്സസ്സിലേക്കും ഗ്രോത്തിലേക്കും ഒക്കെ നിങ്ങളെ നയിക്കുമോ എന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ ഡോമിനേറ്റ് ചെയ്യുന്ന തീരുമാനം 7 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ മനസ്സ് ഈ ഒരു തീരുമാനമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടോ നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട കാര്യം 3 ഓഫ് വോൺസ്. ഈ ഒരു പാതയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇതെങ്ങോട്ടേക്കായിരിക്കും പോവുക? 1 6 ഓഫ് സോർട്സ് ഉണ്ട്. 2 ദ മൂൺ എന്ന് പറയുന്ന കാർഡുണ്ട്. ഈ ഒരു തീരുമാനം നിങ്ങളെ സക്സസ്സിലേക്കാണോ, നിങ്ങളുടെ ഗ്രോത്തിലേക്കാണോ ഇത് കൊണ്ടുപോവുക നോക്കാം. ദ ഫൂൾ എന്ന് പറയുന്ന കാർഡുണ്ട്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വരുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. സോ നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടേം വ്യൂവിനോട് കൂടിയുള്ള ഒരു കാര്യം മതി എന്ന് നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യങ്ങളും കൊണ്ട് നിങ്ങൾ ഇനി തൃപ്തിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ലോങ് ടേം വ്യൂവിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം, ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് അതിനൊരു മാറ്റം വരാൻ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കും. നിങ്ങളൊരു ജോലിയിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ഒരു റിലേഷൻഷിപ്പിൽ അതിലൊരു മാറ്റം വരാൻ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ഒരുപാട് നാളത്തെ ഈ ഒരു വെയിറ്റിങ്ങിന് ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുത്തൊരു ക്വിക്ക് ഡിസിഷൻ അല്ല ഇത്. നിങ്ങൾ മാറാൻ, സാഹചര്യങ്ങൾ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. ആ ഒരു വിഷമം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ്, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എഫേർട്ട് നിങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ
പല പല എനർജീസ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോഗ്രസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് ഈ ഒരു തീരുമാനമായിട്ട് അലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഒരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മേ ബി ഇത് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ട് ഉണ്ടാവും, പുതിയൊരു തുടക്കം, പുതിയൊരു ഓപ്പർച്യൂണിറ്റി, മുന്നോട്ടൊരു വഴി നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ആ വഴിയിലൂടെ നടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു വഴി, ഒരു പാത നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം അവസാനിപ്പിക്കേണ്ടതാണ് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു തീരുമാനം നിങ്ങൾ വളരെ റീസെൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളതായിരിക്കും. പക്ഷെ ഒരുപാട് കാലത്തെ ആലോചനയ്ക്ക് ശേഷമായിരിക്കും ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ മനസ്സിനെ ആ ഒരു തീരുമാനമായിട്ട് അലൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു യാത്രയ്ക്ക് പോവുകയാണ്, പുതിയൊരു യാത്രയ്ക്ക് പോവുകയാണ്. പുതിയൊരു സ്ഥലമായിരിക്കും, പുതിയൊരു ആളുകളായിരിക്കും. ഓക്കെ, നിങ്ങൾ ഈ ഒരു തീരുമാനത്തോടു കൂടി നിങ്ങളെ ഫ്രീ ആക്കിയിട്ടുണ്ട്. ഈ ഒരു തീരുമാനത്തോടു കൂടി നിങ്ങൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പോവാണ്. മെൻ്റലി, മാനസികമായിട്ട് നിങ്ങൾ പുതിയൊരു തലത്തിലേക്ക് മാറാൻ പോവാണ്. അവിടെ പുതിയ കാര്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാനോട് കൂടി വേണം മുന്നോട്ട് പോകാനായിട്ട്. ഓക്കെ, ഒരുപക്ഷെ ഒരു കരിയർ അവസാനിപ്പിച്ച് നിങ്ങൾ പുതിയൊരു വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവരായിരിക്കാം. ഒരു കരിയറിൽ നിന്ന് മാറി നിങ്ങൾ പുതിയൊരു കരിയറിന് വേണ്ടി നിങ്ങൾ വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ട്രാവൽ പ്ലാൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പുകൾ അവസാനിപ്പിച്ച് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. നിങ്ങൾ എന്താണോ ഇത്രയും നാൾ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങൾ പുതിയൊരു ജീവിതം ആഗ്രഹിക്കുന്നു, പുതിയൊരു കാഴ്ച ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, നിങ്ങളുടെ വ്യൂ മാറുന്നുണ്ട്, നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിശാലമായിട്ടുള്ള ഫ്യൂച്ചറാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും, പുതിയ ആളുകളെ കാണാനുള്ള, പുതിയ മീറ്റിങ്ങുകൾക്കുള്ള സാധ്യതകളുണ്ടാവും. നിങ്ങളുടെ ഫിനാൻസിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു യാത്രയ്ക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥലത്തു നിന്നും മാറി നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ആ മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇതൊരു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളത് ആക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിബിലിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ഒരു പോസിബിലിറ്റിക്ക് ശേഷം നിങ്ങൾ ഒരു മാനിഫെസ്റ്റേഷൻ്റെ സ്റ്റേജിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം സാധിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഈ ഒരു പാതയുമായിട്ട്, നിങ്ങൾ ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പല കാര്യങ്ങളും വിട്ടിട്ട് മുന്നോട്ട് പോകുന്നുള്ള ഒന്ന് ട്രാൻസിഷൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തായാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെയും കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള പല ഭാരങ്ങളും ഇറക്കി വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇത്രയും കാലം മടുപ്പിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്നും വിട്ടകലാനും സാധ്യതയുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഇത് മനഃപൂർവ്വമായിട്ട് ലീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇതുവരെ സാധിക്കില്ല, ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ല, ഇനി നിങ്ങൾക്ക് അങ്ങനെ പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള എന്തൊക്കെയോ ഭാരങ്ങൾ നിങ്ങളെ ഇറക്കി വെച്ച് പോകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുമായിട്ട് അക്കമ്പനി ചെയ്ത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പേടികൾ, ഇല്യൂഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു പേടി അതിപ്പോൾ നിങ്ങൾക്ക് മാറി കിട്ടും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഭാരങ്ങളെ കൂടി നിങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ ഈ സമൂഹത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എന്തു പറയുന്നുള്ളതിനെക്കുറിച്ച് പേടിക്കുന്നില്ല. നിങ്ങളൊരു ട്രാൻസിഷൻ ടൈമാണ്. നിങ്ങളുടെ ഒരു മറ നീക്കി നിങ്ങളുടെ നല്ല കാലം പുറത്തു വരാനായിട്ട് പോവാണ്. ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങളുടെ മനസ്സിൽ ഈ ഭാരം ഇറക്കി വെച്ച് നിങ്ങൾ പോകുന്നതോടുകൂടി ഒരു പോസിറ്റീവ് ജീവിതം മാറാൻ പോവാണ്. സോ നിങ്ങളുടെ ഇല്യൂഷൻസിലൊന്നും നിങ്ങൾ ഇനി പെട്ടുകിടക്കാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങൾ ലീവ് ചെയ്ത് മുന്നോട്ട് പോകും തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു തീരുമാനം നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമോ, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുമോ? ഇറ്റ്സ് എ വെരി പോസിറ്റീവ് കാർഡ്. നിങ്ങളുടെ ഈ ഒരു തീരുമാനം നിങ്ങളുടെ പുതിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയ്ക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ഈ ഒരു തീരുമാനം നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾ പുതിയൊരു യാത്രയ്ക്ക് തയ്യാറാവുകയാണ്.
ഒരു കരിയറിലൊരു ട്രാവൽ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമയം കറക്റ്റാണ്, നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട ഒരു സമയം തന്നെയാണ്, നിങ്ങൾക്ക് അതിനുവേണ്ടി നന്നായിട്ട് ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നൊരു സമയമായിരിക്കും, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ എനർജി വളരെയധികം പ്യുവറാണ്, ഇന്നസെൻ്റ് ആണ്. നിങ്ങൾ ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളുടെ ജീവിതം ബെറ്റർ ആക്കണമെന്ന് മാത്രമേ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച്, ഇതുവരെ നിങ്ങളെ സെർവ് ചെയ്യാഞ്ഞ കാര്യങ്ങളെല്ലാം ഇറക്കി വെച്ച് നിങ്ങൾ പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ്. സോ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കമാണ് നിങ്ങൾക്ക് തരുന്നത്. സോ ഈ ഒരു റീഡിങ്ങിൽ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഫോർട്ട് ഇട്ടിട്ട് ഒരുപാട് നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു ഔട്ട്കം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സോ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു അവസാന ശ്രമം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഒരു തീരുമാനം നിങ്ങൾ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നൊരു തീരുമാനം എന്നുള്ളതാണ് റീഡിങ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.